നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഗൾഫ് വിട്ട് ഇപ്പോൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ കൂടുതലായി ചേക്കേറുന്നത് യൂറോപ്പ് അല്ലെ കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ്. ജപ്പാനും അടുത്ത കാലത്ത് മലയാളികളുടെ, ഇന്ത്യക്കാരുടെ ഒരു പ്രിയപ്പെട്ട രാജ്യമായി മാറുകയാണ്. ഈ ജപ്പാൻകാർക്ക് മലയാളികളെ, ഇന്ത്യക്കാരെ സ്വീകരിക്കുവാനായിട്ട് താല്പര്യവുമാണ്. കാരണം ജപ്പാന് ഒരു ഏജിങ് പോപ്പുലേഷനായി മാറുകയാണ്. അതായത് വയസ്സായവരുടെ നാടായി മാറുകയാണ്. ജനസംഖ്യയും കുറവാണ്. എന്നാൽ ജപ്പാൻ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്, ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തി. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ജോലി ചെയ്യുവാൻ തയ്യാറായ മനസ്സുള്ള, ആരോഗ്യമുള്ള യുവതിയുവാക്കളെ ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ജപ്പാൻ ഗവൺമെൻറ്റും കൂടി ഒപ്പുവെച്ചിട്ടുള്ള ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 12 വിവിധ മേഖലകളിൽ, സെക്ടറുകളിൽ ലഭ്യമായിരിക്കുന്ന 8 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. മിനിമം +2 എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് അവസരങ്ങൾ, ഏതൊക്കെ സെക്ടറുകളിലാണ് ഈ അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്, എങ്ങനെ ഈ അവസരങ്ങളിലേക്ക് എത്താം, അക്കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. SSW അതായത് സ്പെസിഫൈഡ് സ്കിൽ വർക്കർ എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം. ഇത് ജപ്പാനിലേക്ക് കുടിയേറുവാനായിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള, ലീഗലായിട്ടുള്ള ഒരു അവസരമാണ്. എന്ന് മാത്രവുമല്ല, ഈ PR പെർമനൻറ്റ് റെസിഡൻസി എന്ന കാറ്റഗറിക്ക് താഴെ നിൽക്കുന്ന മികച്ച ഒരു അവസരമാണിത്. ജപ്പാൻ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഒരു റെസിഡൻസി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രോഗ്രാമാണിത്. അതായത് ആ രാജ്യത്ത് താമസിക്കുന്നതിനും തൊഴിൽ തേടുന്നതിനുമൊക്കെയുള്ള അനുവാദമുള്ള ഒരു വിസ അവസരം. 2021-22 വർഷങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റും ജപ്പാൻ ഗവൺമെൻറ്റും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണിത്. NSDC അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയായ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഞാൻ ഈ ഒരു അവസരം കണ്ടത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. NSDC ആണ് ഈ SSW എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സ്. ജപ്പാനിലെ സ്കിൽഡ് ലേബർ അതായത് വിദഗ്ധ തൊഴിലാളികളുടെ ഷോർട്ടേജ് നികത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം ലഭ്യമായിരിക്കുന്നത്. ഓർക്കുക, ഈ NSDCയുടെ തന്നെ TITP അതായത് ടെക്നിക്കൽ ഇൻറ്റേൺ ട്രെയിനിങ് പ്രോഗ്രാം എന്ന ഇന്ത്യക്കാർക്ക് ലഭ്യമായിരിക്കുന്ന മറ്റൊരു അവസരം, അത് വിശദമാക്കുന്ന ഒരു വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുൻപ് നൽകിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ ഐ ബട്ടണും ഒക്കെ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് ആ അവസരവും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഈ TITP എന്ന പ്രോഗ്രാം ഇനി ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന SSW എന്ന പ്രോഗ്രാമുമായിട്ട് ഭാവിയിൽ മേർജ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ SSW സ്പെസിഫൈഡ് സ്കിൽ വർക്കർ എന്നുള്ള ഈ ഒരു അവസരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മിനിമം +2 എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. പ്രായം 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. 30 വയസ്സിൽ താഴെയുള്ളവർകളെ ആയിരിക്കും കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അഭികാമ്യം എന്നുള്ള കാര്യം അറിയുക. അതുമാത്രവുമല്ല, ഞാൻ ഇനി സൂചിപ്പിക്കാൻ പോകുന്ന ഏതാണ്ട് 12ഓളം വിവിധ സ്കിൽ കാറ്റഗറിയിൽ നൈപുണ്യം കൂടി കാണണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നൈപുണ്യങ്ങൾ ട്രെയിനിങ്ങിലൂടെ വളർത്തുവാൻ തയ്യാറാകണം. 2024 ഏപ്രിൽ മുതൽ അടുത്ത 5 വർഷത്തേന് ഏതാണ്ട് 16ഓളം വിവിധ കാറ്റഗറിയിൽ, സെക്ടറുകളിൽ ലഭ്യമായിരിക്കുന്ന 8,20,000 അവസരങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയും. ഓർക്കുക, നേഴ്സിംഗ് കെയർ മേഖലയിൽ 1,35,000 അവസരങ്ങളാണുള്ളത്. മാനുഫാക്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് മേഖലയിൽ 1,73,300 അവസരങ്ങൾ. അതേപോലെ കൺസ്ട്രക്ഷനിൽ 80,000 അവസരങ്ങൾ. അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ 78,000 അവസരങ്ങൾ. മാനുഫാക്ചർ ഓഫ് ഫുഡ് ആൻഡ് ബിവറേജസ് മേഖലയിൽ 1,39,000 അവസരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഡ്രൈവറായിട്ട് 24,500 അവസരങ്ങൾ, ഫോറസ്ട്രിയിൽ 1000 അവസരങ്ങൾ, അതേപോലെ തന്നെ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് 23,000 അവസരങ്ങൾ,
ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഷിപ്പ് മെഷീനറി 36,000 അവസരങ്ങൾ. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ ബിൽഡിംഗ് ക്ലീനിങ് മാനേജ്മെൻറ്റിൽ 37,000 അവസരങ്ങൾ. ഇങ്ങനെ വിവിധ മേഖലകളിലായിട്ടാണ് ഈ 8,20,000 അവസരങ്ങൾ ഈ 2024 മുതൽ അടുത്ത 5 വർഷത്തേന് ലഭ്യമാകുന്നത്. ഓർക്കുക, ഈ ജപ്പാൻകാർക്ക് നമ്മുടെ ഇംഗ്ലീഷ് അത്ര വശമില്ല. കഴിഞ്ഞ വർഷം ഞാൻ ജപ്പാൻ സന്ദർശിച്ചപ്പോൾ ഇതുകൊണ്ട് തന്നെ വലയുകയുണ്ടായി. അപ്പം ഈ കാരണത്താൽ നിങ്ങൾ ജപ്പാനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ജാപ്പനീസ് ലാംഗ്വേജിൽ ബേസിക് സ്കില്ലെങ്കിലും നേടുക എന്നുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ SSW എന്ന ഈ അവസരത്തിനായിട്ട് ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് പാസ്സാകണം. 2 പരീക്ഷകൾ, JFT അല്ലെങ്കിൽ JLPT എന്നീ ഈ 2 ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം. JFT എന്നുള്ളത് ജാപ്പനീസ് ഫൗണ്ടേഷൻ ടെസ്റ്റാണ്. ഇതിൽ ബേസിക് സ്കിൽസ് നേടണം, മിനിമം ഒരു A2 ലെവലെങ്കിലും. അതല്ലെങ്കിൽ JLPT എന്നുള്ള ഒരു പരീക്ഷയുണ്ട്, ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്. ഇതിന് 5 ലെവലുകളാണുള്ളത്: N5, N4, N3, N2, N1. N5 എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ N1 ആണ് ഏറ്റവും കടുത്ത ലെവല്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ലെവലുകൾ N5, N4. ഈ 2 ലെവലുകളിൽ പ്രൊഫഷ്യൻസി നേടണം. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു 2 മാസമൊക്കെ ഒന്ന് പരിശീലിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ലെവലിൽ ഈ ജാപ്പനീസ് ലാംഗ്വേജിൽ പ്രാവീണ്യം നേടുവാൻ കഴിഞ്ഞേക്കാം. ഓർക്കുക, ഈ ജാപ്പനീസ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് നടത്തുന്ന സെൻറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ലഭ്യമല്ല. ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത്. എന്നാൽ ഭാവിയിൽ കേരളത്തിലും വന്നേക്കാം എന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് വിജയിക്കുക മാത്രമല്ല, ഈ 12 സെക്ടർ